എല്ലാവർക്കും നമസ്കാരം. സുധീഷാണ്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ ഈ മഹാകാളി ഹീലിംഗ് ചെയ്തു തുടങ്ങിയ ശേഷം എനിക്ക് അറിയാനായിട്ട് പറ്റി. ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ, ഒത്തിരി ആൾക്കാരുടെ. അപ്പോൾ പിന്നെ നമ്മൾ ഹീലിംഗ് ലോ ചെയ്തേക്കുന്നതുകൊണ്ട് പുതിയ പുതിയ അനുഭവങ്ങളില്ല. പക്ഷേ ഓൾറെഡി എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു, അതായത് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നു, മറ്റേ അപ്പുറത്തിരിക്കണവൻ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നു, പക്ഷേ എനിക്ക് മാത്രം ദുരിതങ്ങൾ എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അപ്പുറത്തുള്ളവൻ്റെ ദുരിതങ്ങൾ എന്താണെന്നുള്ളത് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അത് അവൻ്റെ ഉള്ളിലോട്ട് ചെന്നാലാണ് അറിയുള്ളൂ. ചിലപ്പോൾ രോഗദുരിതങ്ങളായിരിക്കും, കുടുംബ വഴക്കുകളായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അതേപോലെയുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ മനുഷ്യനെന്നും അതിനകത്തേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, പ്രശ്നം അത് തന്നെയാണ്. നമ്മൾ എമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ സംഗതി ഒന്ന് കുറക്കുക എല്ലാവരോടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ലൈഫിൽ വരും. നിങ്ങൾ ഒരാളെ ഒരുപാട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട്, ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരു ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ആയിട്ട്, അമ്മയോ അച്ഛനോ ഒക്കെ ആയിട്ട്, അങ്ങനെ പല രീതിയിൽ റോളുകളാണ് വരുന്നത്. ഇത്രയധികം സമയങ്ങളും നമ്മുടെ എനർജിയും നമ്മുടെ പൈസയും ഒക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ അങ്ങനെ എല്ലാം. പക്ഷേ അവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനകത്തൊരു തിരിച്ചടി കിട്ടുന്നു. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ചെയ്തത് ഒരു മണ്ടത്തരായിപ്പോയല്ലോ, ഒരു വേസ്റ്റായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു അവസ്ഥ വരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇതേപോലുള്ള ഹീലേഴ്സ് അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തോട്ട് വരും. സ്വാഭാവികമാണ്. വേറെ ഒരു മാർഗ്ഗം ഇല്ലാണ്ടാകുമ്പോൾ എന്താണെന്ന് അറിയാനായിട്ട്, എന്തെങ്കിലും കാര്യം മാറ്റാനായിട്ട് ഒക്കെ നിങ്ങൾ വരും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു വേറൊരു സ്റ്റെപ്പാണ്. അവിടെ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പറ്റിക്കപ്പെട്ടേക്കാം. ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ശരിയല്ലാ സ്ഥലങ്ങളിൽ പോയിട്ട് പറ്റിക്കപ്പെടുന്നുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമാണ്. എന്നാൽ നിങ്ങൾ പറ്റിക്കപ്പെടണമെന്ന് നിങ്ങൾ ചിലപ്പോൾ കർമ്മ ഒരുക്കോട്ടെ, അങ്ങനെ വേണമെങ്കിൽ കാണാം. ഇത് സ്പിരിച്വാലിറ്റി എന്ന് പറയണത് എപ്പോഴും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മളുടെ ഒരു ഷിഫ്റ്റിൻ്റെ സമയത്തായിരിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് നമ്മൾ ഈ ജീവിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്നതും ഒക്കെ എല്ലാം മായയാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മായ തന്നെയാണ്, എല്ലാം മായയാണ്. നമ്മൾ ഏകാന്തമായിട്ട് നമ്മളിവിടെ ബീച്ച് സൈഡിലിരിക്കുമ്പോൾ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഇങ്ങനെ റിലാക്സേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുള്ളോട്ട്, ചിന്തകൾ നമ്മളുള്ളോട്ട് കടന്നു വരും. മനുഷ്യൻ എന്താണ്, നമ്മളിവിടെ എന്തിനു വന്നേക്കണം, എന്തിനു ജീവിക്കുന്നു, നമ്മൾ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാനുള്ള സമയമില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾ നോക്കുമ്പോഴാണ് എന്താണ് ജീവിതം, എന്താണ് സോള് എന്നൊക്കെ മനസ്സിലാവും. നമ്മൾ ഒരുപാട് കൊട്ടാരം പോലെ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കെട്ടിക്കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഹാപ്പിനെസ് ആൻഡ് ലവ് ആൻഡ് ഹാപ്പിനെസ്, ഇതിൽ ഒഴുകി ജീവിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ അവനാണ് ഏറ്റവും സമ്പന്നെന്ന് ഞാൻ പറയും. അതാണ് അച്ചീവ്മെൻറ്റ്. നമ്മൾ ചില ആൾക്കാർ പറയും, കുറേ കോടികൾ ഉണ്ടാക്കിയിട്ട് പറയും ഞാൻ ലൈഫിൽ സക്സസ്ഫുള്ളായി, ഞാൻ ഇങ്ങനത്തെ കോടി രൂപ ഞാൻ ഉണ്ടാക്കിയെന്ന്. അതാണോ അച്ചീവ്മെൻറ്റ്? അല്ല, ഒരിക്കലുമല്ല. എൻ്റെ അഭിപ്രായത്തിലല്ല. പക്ഷേ മണി വേണം നമുക്ക്. മണി ഇല്ലാണ്ട് കൂടെ ജീവിക്കാൻ പറ്റില്ല, അത് അതിൻ്റെ കൂടെ വേണം. പക്ഷേ എന്ന് വെച്ചിട്ട് മണിക്ക് വേണ്ടി മാത്രം ജീവിക്കരുതെന്നാണ് അർത്ഥം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെ ഈ നമ്മൾ ഭജഗോവിന്ദം പറഞ്ഞ് കാഷായിട്ട് നടക്കുന്നതല്ല സ്പിരിച്വാലിറ്റി. നിങ്ങളിലുള്ള നിങ്ങളെ കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ഇന്നർ ഹാപ്പിനെസ്സിലേക്ക് പോവുക, അതാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഈസി ആയിട്ട് ജീവിക്കാം, ഒരുപാട് തകളൊന്നും ചെയ്യാതെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ നടക്കുന്നുണ്ട്. ശരിക്കും അവരൊക്കെ ആക്ച്വലി തിരിഞ്ഞു പോകുന്നത് സ്പിരിച്വാലിറ്റിയേക്കാണ് മിക്ക വരും. അവർക്ക് ഫ്രീ ലൈഫ് അവർക്ക് ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇവിടുത്തെ ആളുകൾക്ക് ഒരു അടിമത്തം പഴയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ അടിമത്തത്തിന് നമ്മൾ നല്ല കുടുംബജീവിതം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ജീവിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. പക്ഷേ മിക്കതും ഭർത്താവ് വാരുന്ന
അടിച്ചമർത്തി അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ കുറേ കണ്ടേക്കുന്നത്. ഞാൻ കുറേ കണ്ടുകൊണ്ടാണ് എക്സ്പീരിയൻസ് കുറേ കിട്ടിയോണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് തിരിച്ചുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർ അടിച്ചമർത്തുന്നവരുണ്ട്. അതുകൊണ്ട് അപ്പോൾ നിങ്ങളെ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ ഒരു ഫ്രീ ബേർഡ് പോലെ ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സ്വകാര്യമായ നമ്മുടെ ഇഷ്ടങ്ങൾ ഒക്കെ നിങ്ങൾ ചെയ്യുക. വ്യക്തി സ്വാതന്ത്ര്യം അതിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും, ഒരു സംശയം വേണ്ട. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളതല്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ നടക്കാൻ സാധിക്കുകയാണെങ്കിൽ ന്യായമായ കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ മറ്റുള്ളവർ ഉപദ്രവിക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ കുറേ എക്സ്പീരിയൻസുകൾ കണ്ട്, ആളുകളുടെ ലൈഫ് കണ്ട് കുറേ ഹീലിംഗ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഞാൻ ഈ ആളുകളുടെ ഈ കഥകൾ കേൾക്കാനായിട്ട് ഓരോരുത്തർ പറയുമ്പോൾ കുറച്ച് നമ്മൾ കേൾക്കേണ്ടി വരും, പക്ഷേ കേൾക്കാനായിട്ട് വലിയ താല്പര്യം എനിക്ക് തോന്നാറില്ല. കാരണം എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്, തിരിച്ചും മറിച്ച് ആളുകൾ മാത്രം മാറുന്നു, റോളുകൾ അതിനകത്തുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്, എല്ലാം സെയിം പാറ്റേണാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ദേവിയുമായിട്ട് എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ശിവനായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾ ആ സ്പിരിച്വാലിറ്റിയും കൊണ്ടുപോകും. നിങ്ങൾ ഇവിടെ വന്നേക്കണേൻ്റെ ലക്ഷ്യം, ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. എന്താണ് നിങ്ങളുടെ സോളിൻ്റെ പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ കുറേ കർമാസ് ക്ലിയറൻസ് എടുക്കാനായിട്ട്. അത് ജീവിച്ച് തീർക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ? അപ്പം അങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു ഡെയിലി തോന്നിയതാണ്. കാരണം ഞാൻ ഇങ്ങനെ ഇവിടെ കുറേ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ കുറേ ചിന്തകളെൻ്റെ ഉള്ളിലോട്ട് വന്നു. ഇതുപോലുള്ള ആളുകളുടെ സ്ട്രഗിളിനെ പറ്റിയൊക്കെ ഞാൻ കുറേ ചെയ്ത ഹീലിങ്ങിനെ പറ്റിയൊക്കെ കുറേ ആലോചിച്ചു. ഞാൻ ആക്ച്വലി ഞാൻ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹീലിംഗ് കുറേ ചെയ്ത് ഞാനിപ്പോൾ വിശ്രമത്തിലാണ്. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് ഇടണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രം ഇടുന്നതാണ്. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാർഡനിൽ പോയിരിക്കുക, അല്ലെങ്കിൽ കടപ്പുറത്ത് വന്നിരിക്കുക, കാട്ടിൽ പോയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്ടം, ഒരു സോളിന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാം. നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കാൻ പോയി നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത് കേട്ടോ. രോഗിയായിട്ട് നിങ്ങൾ എടുക്കേണ്ട അവസ്ഥ വരരുത്, അത് ശ്രദ്ധിക്കുക. എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക, പാട്ട് പാടുക, ഇതൊക്കെ ചെയ്യുക. ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള മെസ്സേജ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.